ഹലോ, ഇത് ഞാനും പാറും കൂടി ഒരു പാലുകാച്ചിന് പോവുകയാണ്. വൈകുന്നേരം അഷ്ടമുടി ഈ ടൈം ബസ്സില്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും നടന്ന് അഷ്ടമുടി മുക്കിലോട്ട് പോവുകയാണ്. അങ്ങനെ അഷ്ടമുടി മുക്കിൽ ചെന്ന് കുറേ നേരം കാത്തിരുന്നു. ബസ്സൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ തത്തുമസി വന്ന് ഞങ്ങളങ്ങനെ തത്തുമസിയിൽ കയറി അഞ്ചാലമൂട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അഞ്ചാലമൂട്ടിൽ ചെന്ന് അവിടെ ഇറങ്ങി ചേച്ചിയുടെ ഷോപ്പിലോട്ട് പോന്നു. ചേച്ചിനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യണം. ചേച്ചി ഇറങ്ങാൻ ലേറ്റ് ആവുമായിരുന്നു. അങ്ങനെ പിന്നെ ഞാനും പാറും കൂടി അവിടെ നിൽക്കുമല്ലേ, എന്തായാലും ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞ് ഫോട്ടോ എടുക്കുന്നു. അവളുടെ ഫോട്ടോ ഞാൻ എടുക്കുന്നു, അവൾ എൻ്റെ ഫോട്ടോ എടുക്കുന്നു. കുഞ്ഞാ മതി ഇനി എൻ്റെ എടുക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞ് ഫോട്ടോ എടുപ്പൊക്കെ ആയി. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ചേച്ചിയുടെ ഫ്രണ്ടിൻ്റെ പാലുകാച്ചിനാണ് പോകുന്നത്. അതുകൊണ്ടാണ് ചേച്ചീനെ അവിടെ ഇത്ര നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു മേളിൽ കയറി വരാം. അങ്ങനെ വന്നു. ചേച്ചി അങ്ങനെ ഇറങ്ങി ഞങ്ങളങ്ങനെ അവിടുന്ന് തന്നെ ഒരു ഓട്ടോ പിടിച്ച് ചെമ്മക്കാടോട്ട് പോന്നു. ചെമ്മക്കാടാണ് പാലുകാച്ചി, മായ എന്ന് പറഞ്ഞ ചേച്ചിയുടെ പാലുകാച്ചാണ്. അങ്ങനെ അവിടെ ചെന്ന് വീടൊക്കെ കയറി കണ്ട് അങ്ങനെ അവിടെ പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് പൊറോട്ടയായിരുന്നു. അങ്ങനെ അവിടുന്ന് കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് അവിടുന്ന് പിന്നെ ഞങ്ങൾ ഇറങ്ങിയതാണ് മായ ചേച്ചി. ഇറങ്ങി അച്ഛനൊരു ഓട്ടോ പിടിച്ച് തന്ന് അങ്ങനെ ഈ ഓട്ടോയിൽ കയറി എൻ്റെ പൊന്നെ ഇമാതിരി പാട്ടിടുന്ന ഓട്ടോ കയറി എവിടെയും കാണത്തില്ല. ഈ അങ്ങനെ അച്ഛൻ പാലുകാച്ചി വിളിക്കാൻ മറന്നുപോയിന്ന്. അതിൻ്റെ വൈരാഗ്യമായിരിക്കും ഞങ്ങളോട്. എന്തുമാതിരി ഒച്ചത്തിലാണ് ഒരു പാട്ടിട്ടത്. അങ്ങനെ അതൊക്കെ കേട്ട് ഞങ്ങളിരുന്ന് പിന്നെ ബേക്കറി കയറണമായിരുന്നു. അങ്ങനെ ബേക്കറി കയറി പാറു ഇഷ്ടമുള്ള മുട്ടായൊക്കെ എടുത്ത് പിന്നെ തിരിച്ച് ഞങ്ങൾ അച്ഛനിലേക്ക് ഓട്ടോ തന്നെ വരുന്നു. അങ്ങനെ വീടെത്താറായി വീട്ടിലിറങ്ങി അങ്ങനെ നടക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.